അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വചനഭാഗത്ത് പാപിയായ ഒരു സ്ത്രീയുടെ നന്ദി പ്രകടനത്തെ നമുക്ക് കാണാൻ കഴിയും. യേശുവിനെ ശെമിയോൻ എന്ന മനുഷ്യൻ സ്വന്തം ഭവനത്തിലേക്ക് വിളിച്ചു. യേശു കർത്താവ് ഒരു ഭവനത്തിൽ കടന്നു എന്നാൽ അവിടെ ചില സംഭവങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ അടുക്കൽ അങ്ങനെ കടന്നു വന്നവരും യേശുവിനെ തൊട്ടവരും യേശുവിനെ വിളിച്ചവരും യേശുവിനെ അന്വേഷിച്ചിറങ്ങിയവരൊക്കെ ഈ അത്ഭുത പ്രവൃത്തി കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഇടവന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ ശെമിയോന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ യേശുവിനെ അന്വേഷിച്ച് നന്ദി പറയുവാൻ വേണ്ടി കടന്നു വന്ന എല്ലാവരും പാപിനിയായ സ്ത്രീ എന്ന് വിളിക്കപ്പെട്ട ആ സഹോദരി യേശുവിൻ്റെ പാദത്തിൽ വന്നിരുന്ന് തൻ്റെ ജീവിതം മുഴുവനും യേശു ക്രിസ്തുവിനെ ഉരിഞ്ഞു വയ്ക്കുന്ന വിധത്തിലേക്ക് കണ്ണീരുകൊണ്ട് ആ പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് ആ ഭവനത്തിൽ കണ്ടവരെല്ലാം ആ സ്ത്രീ ആരാണ്, ആ സ്ത്രീയുടെ കുറവുകൾ എന്താണ്, ഈ കാല് കഴുകിയ സ്ത്രീയെക്കുറിച്ച് യേശു അറിഞ്ഞായിരുന്നുവെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുക, ഇവിടെയാണ് യേശു ക്രിസ്തു യഥാർത്ഥ ദൈവമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒന്ന്, യേശു മനുഷ്യന്റെ ഹൃദയവിചാരങ്ങൾ അറിയുന്നു. യേശുവിനെ വിളിച്ച ശെമിയോന്റെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞു. യേശുവിൻ്റെ പാദത്തിൽ വന്നിരുന്ന് പാദം കഴുകിയ ആ പാവനിയായ സ്ത്രീയുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞു. ജനത്തിൻ്റെയും കൂടിയിരുന്നവരുടെയും ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ കർത്താവ്, ഒന്ന് ഞാൻ പറയാം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പ്രവർത്തിക്കാത്തൊരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവണമെങ്കിൽ മാത്രമേ അവന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം, യേശുവിൻ്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ കടന്നു വരാൻ ഇടവന്നു. 10 പേര് വന്ന് യേശു പറഞ്ഞ സൗഖ്യവുമായി തിരിച്ചു പോയെങ്കിൽ ഒരു മനുഷ്യൻ മാത്രം മടങ്ങി വരുമെങ്കിൽ നന്ദിയോടുള്ളൊരു ഹൃദയമാണ് ആ ഒരു മനുഷ്യനുള്ളത്. ആ ഒരാൾ മടങ്ങി വന്നപ്പം ബാക്കി 9 പേർ എവിടെയെന്ന് കർത്താവ് ചോദിച്ചെങ്കിൽ ബാക്കി 9 പേർക്ക് കിട്ടാത്ത നന്ദിയും 9 പേർക്ക് കിട്ടാത്ത സമാധാനവും 9 പേർക്ക് കിട്ടാത്ത സന്തോഷവും ആ 9 പേർ അനുഭവിക്കാത്ത ഒരു ദൈവിക അനുഭവത്തിലേക്ക് ആ ഒരു മനുഷ്യൻ കടന്നു വന്ന് അനുഭവിച്ചെങ്കിൽ ആ കർത്താവ്, ബൈബിളിൽ പറയുന്നൊന്നുമില്ല, കർത്താവ് മനസ്സിൽ പറയുകയാണ്, അല്ലെങ്കിൽ അവനോട് പറയുകയാണ്, അവരനുഭവിക്കാത്തൊരു സന്തോഷം നീ അനുഭവിക്കുന്നു, ബാക്കി 9 പേർ ഇത് ഇല്ലല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടിയായിരുന്നെങ്കിൽ, ഞാൻ പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എത്രയേറെ അനുഗ്രഹങ്ങൾ തന്നു. നമ്മൾ ആരെങ്കിലും നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന്, കർത്താവേ നീ തന്നതിനെ ഓർത്ത് നന്ദി. ഒരിക്കലും നമ്മളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല പ്രിയമുള്ളവരെ നമുക്ക് ഇത്രത്തോളം ദൈവമാക്കിയത്. ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായി ഒത്തിരി ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി പ്രയാസവും വേദനയും അനുഭവിക്കുന്നുണ്ടാകാം. നമ്മുടെ കൂടെ ഒന്നിച്ച് സ്നേഹിച്ചും സന്തോഷിച്ചും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയായി ജീവിക്കുന്നൊരു കാലഘട്ടം. പെട്ടെന്നാണ് നമ്മളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ അവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? വിശ്വാസത്തിൻ്റെ നാഥനും പൂർത്തിവരുത്തിയവനുമായി ഒരു യേശു കർത്താവുണ്ട്. ആ കർത്താവിനെ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കാനാണ് കർത്താവ് പറഞ്ഞത്. മറ്റുള്ളവരെ കുത്തുവാക്ക് കേൾക്കുമ്പോൾ
ഈ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്നാൽ ഏത് വേദനയുടെ നടുവിലും, ഏത് ഒറ്റപ്പെടലിന്റെ നടുവിലും മാതാപിതാക്കൾ മക്കളെക്കുറിച്ച്, മക്കൾ മാതാപിതാക്കളെക്കുറിച്ച്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൊക്കെ നടുവിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നന്ദിയോടെ നമുക്ക് മടങ്ങി വരാൻ പറ്റുമോ? നന്ദിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നന്ദിയോടെ എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ജീവിതം ഭയങ്കര അനുഗ്രഹമായി പോകുമ്പോൾ നമ്മൾ നന്ദി പറയുകയില്ല. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ വേദനയോ വരുമ്പോഴോ പ്രാർത്ഥിക്കാനും വേദനിക്കാനും വിഷമിക്കാനും തുടങ്ങിയുള്ളൂ. ഞാൻ പറയാം, ഇപ്പം നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഈ അനുഗ്രഹം അന്ത്യത്തോളം വരെ തുടർന്നു പോകണമെങ്കിൽ നിങ്ങൾ മുട്ടിന്മേൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ആദ്യം നമ്മൾ കരുതണം. ദൈവം തന്നതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. ദൈവം തരുന്നതിനെ ഓർത്ത് നന്ദി പറയണം. ശിമിയോൻ യേശുവിനെ ഭവനത്തിൽ വിളിച്ചെങ്കിൽ ശിമിയോന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹവും യേശുവിന്റെ അടുക്കൽ വന്നവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹവും നോക്കുമ്പോൾ ആ ശിമിയോൻ കർത്താവിന് ചെയ്തു കൊടുക്കാത്ത കാര്യവും ആ സ്ത്രീ വന്ന് യേശുവിന്റെ പാദം കഴുകി ചെയ്തു കൊടുത്തെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. നമ്മുടെ അടുക്കൽ വന്ന യേശുവിന് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ യേശുവിനെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ആളുകളെ ദൈവം നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. നമുക്കൊന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചാ പ്രാർത്ഥിക്കുന്നത്. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മ തന്നോ, എന്തെല്ലാം കുറവുകളുണ്ടായോ, എന്തെല്ലാം നേട്ടങ്ങളോ കോട്ടങ്ങളോ വന്നോ, അതിനെല്ലാം എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ട വാതിൽ തുറന്ന് എന്നെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.